Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മാനേജ്മെന്റിന്റെ എലമെന്റ്സ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? 4 ഫംഗ്ഷൻ എലമെന്റ്സ് മാനേജ്മെന്റിന്റെ 4 എലമെന്റ്സ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ പഠിച്ചു. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. അപ്പോ വായിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? ഡെയിലി ഇടയ്ക്ക് ചോദിക്കണമല്ലോ, പഠിക്കുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ എന്നൊക്കെ ചെറിയ കുട്ടികളോട് ചോദിക്കുന്നത് പോലെ അല്ലേ? വായിക്കുന്നില്ല എല്ലാവരും? പഠിക്കുന്നുണ്ടോ? എന്താ ചോദിച്ചപ്പോ റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ടോ? അതിന്റെ ഇടയിൽ എക്സാം ഉള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു 8th ആയിരുന്നു അല്ലെ എക്സാം നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, കുറച്ച് പഠിക്കുന്നുണ്ട്, കുറച്ചല്ല, ബാക്കി പഠിക്കണം കേട്ടോ. കാരണം ഒരുപാട് എക്സാം ഒക്കെ വരുമ്പോ കുഴപ്പമില്ല. ക്ലാസ് ഒക്കെ മിസ് ആയിട്ടുണ്ടെന്ന് അറിയാം, കുറച്ചൊക്കെ മിസ്സായി പോയിട്ടുണ്ടാകാം. മിസ്സായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ സമയം കിട്ടുന്നത് പോലെ കാണുക. ഇനി അതിനു വേണ്ടി കുറെ സമയം മാറ്റിയൊന്നും വെക്കണ്ട കേട്ടോ. കാരണം ലാസ്റ്റ് പഠിക്കാമെന്നുള്ളൊരു അതൊരു മൈൻഡ് വേണ്ട. കാരണം PG ആണല്ലോ, നമുക്കറിയാം ഒത്തിരി ഒരു പേജാണ് എടുക്കുന്നതെങ്കിലും കുറെ ക്ലാസ് മിസ് ആയിട്ടുണ്ട്. അത് ടീച്ചറിന് അറിയാം. ഓരോ ബാച്ചുകാർക്കായാലും 6th ആയാലും 7th ആയാലും 8th ആയാലും എക്സാം ഒക്കെ വരുമ്പോഴും മിസ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, അത് മിസ്സായതനുസരിച്ചിട്ട് കാണുക. കണ്ടിന്യൂസ് ആയിട്ട് മിസ്സായി പോയതൊക്കെ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് ടൈം കിട്ടുന്നത് പോലെ കാണാം. അതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. then അതനുസരിച്ചിട്ടൊക്കെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, അതനുസരിച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തത്. അപ്പോ അതില് ബഡ്ജറ്റ് എന്താണെന്ന് പറഞ്ഞു, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഡെവലപ്മെന്റ് ബഡ്ജറ്റ്, നോൺ ഡെവലപ്മെന്റ്. ദെൻ ബഡ്ജറ്റിന്റെ എന്തൊക്കെയാണ് ടൂൾസുകൾ എന്ന് പഠിച്ചു. മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, എക്സൽ സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ്, ഓഡിറ്റിങ്. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ മാക്സിമം ഒരുപാടൊന്നും എന്താണ് ഓഡിറ്റ് വരെ എടുത്തു. ഓക്കെ, ഒരുപാട് എടുത്ത് പോകുന്നില്ല. ചാപ്റ്റർ സെയിം ചാപ്റ്റർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ തീർന്നിട്ടില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള 4th ചാപ്റ്റർ തന്നെയാണ് ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പെട്ടെന്നൊന്നും കഴിഞ്ഞിട്ടില്ല. അത് ഒരുപാട് ക്ലാസ് ഉണ്ട്. ഒരുപാട് നമ്മൾ കൂടുതൽ എടുത്താലും നിങ്ങൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എടുക്കുന്ന ഭാഗം അത്രയും ക്ലിയർ ആക്കുക, പഠിച്ചു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എലമെന്റ്സില 3ാമത്തെ എലമെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് കഴിഞ്ഞു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കഴിഞ്ഞു. ദെൻ 3ാമത്തെ എലമെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, നിങ്ങളവിടെ ABCD ഇട്ട് പോണോട്ടെ പോയിന്റിലേ. A എന്ന് പറഞ്ഞാൽ പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നു, B എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിരുന്നു, C ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓക്കെ, മെറ്റീരിയൽ മാനേജ്മെന്റ് ഇത് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? മെറ്റീരിയൽ മാനേജ്മെന്റ് ഉണ്ട്. കുറച്ച് പേർക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടല്ലോ മെറ്റീരിയൽ മാനേജ്മെന്റ്. സോ എന്താണ് ഈ മെറ്റീരിയൽ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്? ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? മെറ്റീരിയൽ മാനേജ്മെന്റ് സിമ്പിൾ ആക്കി, എളുപ്പം, ഒറ്റ വാക്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞോളൂ. പ്ലാനിങ് ആണ്. ഓക്കെ, പർച്ചേസിംഗ് വരും. എന്തൊക്കെയാണ്? പ്രോപ്പർ ആയിട്ട് ഡെഫിനിഷൻ പോലെയൊന്നും എനിക്ക് പറയണമെന്നില്ല കേട്ടോ. നിങ്ങൾ എന്താണോ ഡിപ്ലോമയിൽ പഠിച്ച് മനസ്സിലാക്കിയത് അത് പറഞ്ഞാൽ മതി. പ്ലാനിങ് ഉണ്ട്. ഓക്കെ, പർച്ചേസിംഗ് മലയാളത്തിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള മെറ്റീരിയൽ മാനേജ്മെന്റ് വലിയൊരു ചാപ്റ്റർ തന്നെ പഠിച്ചില്ലേ നിങ്ങൾ? അത്യാവശ്യം നല്ലൊരു ചാപ്റ്റർ തന്നെയായിരുന്നല്ലോ, ഇല്ലേ? പഠിച്ചോ? ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ ആളുകളല്ലേ എല്ലാവരും? ഓക്കെ, എന്നിട്ട് എന്താ പറയാൻ പറ്റുന്നില്ല? ഓക്കെ, നോക്കാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. Material management is the planning, purchasing and maintaining of different items used in the hospitals. Underline ചെയ്യാട്ടോ. ഒരു definition പോലെയാണ് പറയുന്നത്. Material management എന്ന് പറയുന്നത് is the planning, purchasing and maintaining of different items used in the hospital. അതായത്
ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വിവിധ വസ്തുക്കളുടെ അല്ലെ യൂസ്ഡ് ഐറ്റംസ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസിന്റെ പ്ലാനിങ് ആസൂത്രണം ചെയ്യുക, അത് വാങ്ങിക്കുക, then അതിനെ പരിപാലിക്കുക, അതിനെയെല്ലാം അടങ്ങുന്നതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? മാക്സിമം സിമ്പിൾ ആക്കിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇനി the job of a hospital administrator is to ensure, അപ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പാക്കേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം. The supply of right thing at the right place at the right time and right cost. അല്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സപ്ലൈ ഓഫ് റൈറ്റ് അല്ലെ ശരിയായ ഒരു സ്ഥലത്തും ശരിയായ സമയത്തും ശരിയായിട്ടുള്ള ഒരു എന്താണ് റൈറ്റ് പ്ലേസില് ശരിയായിട്ടുള്ള കാര്യങ്ങള് ശരിയായ വിലയിലും പ്രൊവൈഡ് ചെയ്യുക. അല്ലേ, ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നത് അത് എക്യുപ്മെന്റ് ആകാം, മറ്റ് സപ്ലൈസ് ആകാം, അത് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ടൈമില് കൃത്യമായ കോസ്റ്റില് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തേണ്ട കാര്യം. ഓക്കെ, then it involves എന്തൊക്കെയാണ്, എന്തിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്? മെറ്റീരിയൽ മാനേജ്മെന്റില് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇറ്റ് ഇൻവോൾവ്സ് കണ്ടോ ബ്രാക്കറ്റിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് ഇൻവോൾവ്സ് എന്ന് എഴുതി വെച്ചേ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് വിചാരിക്കില്ലേ? ഓക്കെ, മെറ്റീരിയൽ മാനേജ്മെന്റ് ഇൻവോൾവ്സ് എഴുതാം. ഓക്കെ, മെറ്റീരിയൽ മാനേജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയ പോയിന്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ. കറക്റ്റ് പ്ലാനിങ്, സ്റ്റിക്കിംഗ് ടു ടൈം നീഡ്സ്, കറക്റ്റ് പർച്ചേസിംഗ് പ്രൊസീജിയർ, സ്റ്റാൻഡേർഡൈസേഷൻ, സ്റ്റോക്ക് കൺട്രോൾ ടൂൾസ്, ഡോക്യുമെന്റേഷൻ. പോയിന്റുകളാണ്, അത് അതുപോലെ തന്നെ പഠിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ മീനിങ് പറഞ്ഞു പോകാം. കറക്റ്റ് പ്ലാനിങ് അല്ലെ ശരിയായിട്ടുള്ള ഒരു ആസൂത്രണം ഉണ്ടായിരിക്കണം. then sticking to time needs. എന്താ സ്റ്റിക്കിംഗ് ടു ടൈം നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സപ്ലൈ ചെയ്യുന്ന വസ്തുക്കൾ ആ കറക്റ്റ് ടൈമിൽ കൊണ്ട് ലഭ്യമാക്കണം എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം അവിടെ ആവശ്യമാണെന്നിരിക്കട്ടെ, അത് ആ ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ആ സമയം കഴിഞ്ഞിട്ട് നമുക്ക് ലഭിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അതിന് പ്രയോജനം ഉണ്ടാവോ? നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിറവേറ്റി കൊടുക്കുക. കറക്റ്റ് പർച്ചേസിംഗ് പ്രൊസീജിയർ, ശരിയായിട്ടുള്ള ഒരു പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുക. സ്റ്റാൻഡേർഡൈസേഷൻ, എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ആയിരിക്കണം. സ്റ്റോക്ക് കൺട്രോൾ ടൂൾസ്, അതായത് നമ്മൾ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ സ്റ്റോക്ക് കൺട്രോൾ ഒക്കെ ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഡോക്യുമെന്റേഷൻ, ഇതിനെല്ലാം ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ് നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. ഓക്കെ, കറക്റ്റ് പ്ലാനിങ്, സ്റ്റിക്കിംഗ്, കറക്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ, സ്റ്റോക്ക്, ആ പോയിന്റ്സുകൾ മാത്രം നോക്കി വെക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചിരിക്കണം. ദെൻ ഈ പോയിന്റുകളും പഠിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പ്രത്യേകം പഠിക്കാനുള്ളത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം പെട്ടെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ നാലാമത്തെ എലമെന്റ് ആണ് ഡി. സി ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നാലാമത്തത് ടൈം മാനേജ്മെന്റ്. ഓക്കെ, ഡി എലമെന്റ്സില നാലാമത്തെ എലമെന്റ്സ് ആണ് ടൈം മാനേജ്മെന്റ്. നോക്കാം.
Time management is the process of organizing and planning how to divide your time between different activities. Underline ചെയ്യാട്ടോ definition ആണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. അതിപ്പോ ഒരു അഡ്മിനിസ്ട്രേഷൻസിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഒരു ടൈം മാനേജ്മെന്റ് വേണമെന്ന് പറയും അല്ലേ. നിങ്ങൾക്ക് ഉണ്ടോ ടൈം മാനേജ്മെന്റ്? ഉണ്ടോ? ടൈം മാനേജ്മെന്റ് നോക്കിയിട്ടാണോ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? യെസ്, ഒന്ന് രണ്ട് പേർക്കുണ്ട് അല്ലേ. ബാക്കിയുള്ളവർക്കൊന്നും മാനേജ്മെന്റ് ഒന്നും ഇല്ല അല്ലേ. ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ നമ്മൾ പഠനത്തിന് വേണ്ടി രാവിലെ തുടങ്ങിയാൽ ബാക്കി എന്താണ് ഓക്കെ നമുക്കൊരു ടൈം ടേബിൾ പോലെ വെക്കാന്നൊക്കെ പറയും. അതായത് പല പല ആക്ടിവിറ്റികൾ നമ്മളിൽ ഒരാൾ ചെയ്യുന്നുണ്ടാകും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരാൾ തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കാം, ദെൻ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സമയം കണ്ടെത്തണം, മറ്റ് ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടി കുക്കിങ്ങിന് സമയം കണ്ടെത്തുക അല്ലെ. അപ്പൊ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. ദിവസത്തിൽ ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 24 മണിക്കൂറിനെയാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈം ഡിവൈഡ് ചെയ്ത് വെക്കുന്നത്. അത് ഒരു വിധത്തിൽ നല്ലൊരു കാര്യമാണ് അല്ലെ. നമുക്ക് 24 മണിക്കൂർ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ അതിനെ കൃത്യമായിട്ടും ആ ഒരു ദിവസം നല്ല രീതിയിലാണോ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ സ്വയം അറിയാൻ പറ്റും അല്ലേ. നിങ്ങൾ പഠനത്തിന് വേണ്ടി ഇത്ര മണിക്കൂർ മാറ്റിവെക്കുക, ദെൻ മറ്റു കാര്യങ്ങൾക്ക് ഇത്ര മണിക്കൂർ, സ്റ്റഡി ടൈമിന് വേണ്ടി ഇത്ര ടൈമാണ്, അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? അങ്ങനെ നല്ല ശീലങ്ങളൊക്കെ ഉണ്ടോ? കുറച്ചേറൊക്കെ ഉണ്ടാവുമല്ലോ. ടൈം മാനേജ്മെന്റ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവര് കുറച്ച് പേരുണ്ട്. വിജി, അനിത, കുറച്ച് പേരൊക്കെ ഉള്ളൂ. രമ്യ, ഓക്കെ. അപ്പോ അങ്ങനെ ഇനി ചെയ്യാത്തവരും 10:30 ഓക്കെ. ക്ലാസ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജോലിയൊക്കെ തീർക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് ഒരു അടുപ്പിച്ചിട്ടേക്ക് ഉണ്ടാകും. കറക്റ്റ് നമുക്ക് അതൊരു ടൈം ടേബിൾ ആയിക്കൊള്ളും. ഇതൊന്നും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ അതിനോട് ഇതായി കഴിയും. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മുടെ എന്ത് കാര്യം ചെയ്തോട്ടെ, നമ്മളിപ്പോ ഒരു നിങ്ങള് ഡെയിലി അലാറം വെച്ചിട്ട് ഒരു 5 മണിക്ക് നിൽക്കണമെന്ന് വിചാരിച്ചു. 5 മണിക്ക് നിങ്ങൾ അലാറം വെക്കുന്നതാണ് ഡെയിലി. ദെൻ നമ്മൾ എന്ത് കാര്യം അതൊരു 21 ഡേയ്സ് നിങ്ങൾ റിപ്പീറ്റ് അലാറം വെച്ച് 5 മണിക്ക് എണീറ്റു. ദെൻ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ അലാറം വെക്കേണ്ട ആവശ്യമില്ല. അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ 5 മണിയാവുമ്പോൾ എണീറ്റ് വരും ഇല്ലേ? അങ്ങനെയല്ലേ? ആണോ? അത് ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു 21 ഡേയ്സ് അത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു ഹാബിറ്റായി മാറും എന്നാണ് സൈക്കോളജി പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ വെക്കാം. ഓക്കെ, അത് ഒരു 21 ഡേയ്സ് ആവുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ്. നമ്മൾ ഓർഗനൈസ് ചെയ്യണം, നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. നമ്മളുടെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മളുടെ സമയം എങ്ങനെ വിഭജിക്കാമെന്ന് ക്രമീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ടൈം മാനേജ്മെന്റ് കുറച്ചധികം പറഞ്ഞു. ടൈം മാനേജ്മെന്റ് ഇല്ലാത്തവർക്ക് മാനേജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം പറഞ്ഞത്. ഓക്കെ, ദെൻ 6 സ്റ്റെപ്പ് ഇൻ ബെറ്റർ ടൈം മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ സ്റ്റെപ്പും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതനുസരിച്ചിട്ട് ഇനി ടൈം മാനേജ്മെന്റ് ഫോളോ ചെയ്യാത്തവര് ഫോളോ ചെയ്തോളൂ. ഓക്കെ, അപ്പോ 6 ബെറ്റർ ആയിട്ട് നല്ലൊരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് പറയുന്നത്. നോക്കാം. ഫൈൻഡ് ഔട്ട് ഹൗ ലോങ് തിങ്സ് ടേക്ക്. It can be helpful for you to track your time for a while so that you can establish how much time you spend on different activities. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര സമയം കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടെത്തുക. നിങ്ങൾ വീട്ടു ജോലിയാണ്, രാവിലെ മോർണിംഗ് നിങ്ങൾ കുക്കിങ്ങിന് കയറി, അപ്പോ ഇപ്പൊ ഒരു 2 hours കൊണ്ട് എല്ലാ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും ഇല്ലേ? അപ്പോ എനിക്ക് എത്ര ടൈം വേണം, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എത്ര ടൈം വേണമെന്ന് കണ്ടെത്തുക. ദെൻ അത് നമ്മളുടെ ഒരു ടൈം ട്രാക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 10:30 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ മോർണിംഗ് ഒരു 6 മണിക്ക് കിച്ചണിൽ കയറി വീട്ടിലെ പണികളൊക്കെ ചെയ്തു. ദെൻ ഒരു 3 hours നിങ്ങൾക്ക് മതിയെങ്കിൽ, അതായത് ഒരു 9 മണി വരെ
മാക്സിമം 9 മണി കൊണ്ട് നിങ്ങളുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലെ? അപ്പൊ നമ്മളുടെ ആ ഒരു ടൈം ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇത്ര നേരം കൊണ്ട് എന്റെ വർക്കുകളെല്ലാം കഴിയുമോ? ഇപ്പൊ കുക്കിംഗ് ആണ്, കിച്ചണിലുള്ള ബാക്കി കാര്യങ്ങളും കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നതും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ 9 മണിക്കൂറിൽ കഴിയുമോ? അപ്പൊ എത്ര സമയം എനിക്ക് വേണം ഇങ്ങനെ ഓരോ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട്, എത്ര സമയവും എനിക്ക് വേണ്ടതെന്ന് കണ്ടെത്തുക. അത് നമ്മളുടെ ടൈം മാനേജ്മെന്റ് ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ട്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമുക്കപ്പോ ഇത്ര ടൈം അതിനു വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. Then for a while, so that you can establish how much time you spend on different activities. അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചിലവഴിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി എത്ര സമയം ചിലവഴിക്കുന്നു, ദെൻ അത് കഴിഞ്ഞ ബാക്കി വീട്ടിലെ കാര്യങ്ങൾ, ഈവനിങ് ആണെങ്കിൽ ബാക്കി വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും എത്ര സമയമാണ് നമ്മൾ ചിലവഴിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യാന്ന് പറയും. ഓക്കെ, സെറ്റ് ചെയ്തവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ മോർണിംഗ് ഇത്ര ടൈമിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ പണികൾ തീർക്കുക, ദെൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഫസ്റ്റ് കാര്യം സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് പ്രയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതൊക്കെ എന്താ പറയാ, ലൈഫിൽ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും അതിനൊരു ദോഷഫലങ്ങളില്ല. ഓക്കെ, ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു സ്റ്റുഡൻസിനായാലും ഒരു വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് ലൈഫിന്റെ ഭാഗമാക്കാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് സെറ്റ് പ്രയോറിറ്റീസ്. പ്രയോറിറ്റീസിന് സെറ്റ് ചെയ്യാന്ന്, അതായത് മുൻഗണന ഉണ്ടാവുമല്ലോ. ഇപ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിനാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ ക്ലാസ്സിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എന്തിനാണോ നമ്മൾ മുൻഗണന നൽകുന്നത് അതിന് ഓരോന്നിനും നമ്മൾ അതനുസരിച്ചിട്ടുള്ള മുൻഗണനകൾ കൊടുക്കും. പ്ലാൻ ഇനഫ്, ആവശ്യത്തിന് വേണ്ടത്ര പ്ലാനിങ് ഉണ്ടായിരിക്കുക. പേഴ്സണൽ പെർഫോമൻസ് കർവ്. എന്താ പേഴ്സണൽ പെർഫോമൻസ് കർവ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പെർഫോമൻസിന്റെ ഒരു കർവൊക്കെ ഉണ്ടാക്കാന്ന്. കർവ് ഉണ്ടാക്കാന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഗ്രാഫ് പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സിലാണ്, സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ടോ കർവ്? അപ്പൊ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങൾ പഠനം നടത്തി, നിങ്ങൾ എക്സാം കഴിഞ്ഞു, ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം കഴിഞ്ഞു, അപ്പൊ അതിനൊരു കർവ് തയ്യാറാക്കാം. എത്ര പേര് കർവൊക്കെ തയ്യാറാക്കും? അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ? പക്ഷെ നല്ലതാണെന്നും പറയുന്നത്. അതായത് കർവ് തയ്യാറാക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കോർ എത്രയാണ് ഫസ്റ്റ് സെമസ്റ്റർ, നിങ്ങളുടെ സ്കോർ ഒരു ഗ്രാഫ് പഠിച്ചിട്ട് ഒരു കർവ് വരച്ച് നോക്കാം. സെമസ്റ്റർ അല്ലാട്ടോ, നമുക്ക് മോഡൽ ആണല്ലോ അല്ലെ? മൊഡ്യൂൾ എക്സാം ആണ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളില് നിങ്ങളുടെ മാർക്ക് ഒരു ചെറിയൊരു ഗ്രാഫ് പോലെ തയ്യാറാക്കാം, അപ്പൊ ഒരു കർവ് കിട്ടും. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളില് നിങ്ങളുടെ എക്സാമിന്റെ മാർക്ക്, അതിനും ഒരു കർവ് തയ്യാറാക്കുക. അപ്പൊ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഡിഫറെന്റ് കർവ് താഴോട്ട് വരികയാണോ അല്ലെങ്കിൽ മുകളിലോട്ട് പോവുകയാണോ എന്ന് നമുക്ക് കർവ് നോക്കി പറയാൻ പറ്റും ഇല്ലേ? ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ പേഴ്സണൽ പെർഫോമൻസ് കർവ് ഒക്കെ തയ്യാറാക്കാം. ഓക്കെ, then break projects down into small steps. ഇനി പ്രൊജക്ട്സുകൾ, അതായത് വലിയ വലിയ വർക്കുകളൊക്കെ വരുമ്പോൾ അതിന് സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് എന്താണ്, ഇപ്പൊ പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും ടാസ്കുകളൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രൊജക്ട് നോക്കണ്ട, നമ്മളുടെ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ പോകുകയാണ്. അപ്പൊ അത് ഒറ്റയടിക്കെല്ലാം കൂടി പഠിക്കാതെ സ്മോൾ സ്റ്റെപ്സ് ആക്കി പഠിക്കാണ്. ഫസ്റ്റ് ഒരു ദിവസം 2 ചാപ്റ്റർ നോക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം 3 ചാപ്റ്റർ വെച്ച് അങ്ങനെ സ്മോൾ സ്റ്റെപ്പ് ആയിട്ട് തിരിച്ചിട്ട് പഠിക്കാം, ബ്രേക്ക് ചെയ്തിട്ട്. ഓക്കെ, ലാസ്റ്റ് വൺ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മളുടെ പഠനം, നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം എന്ത് ചെയ്യുക, വിലയിരുത്തുക. ഓക്കെ, ക്ലിയർ ആണോ 6 സ്റ്റെപ്പുകള്? ഓക്കെ ആണോ എല്ലാവർക്കും? വായിച്ചു നോക്കിയേ, ടൈം മാനേജ്മെന്റ് വായിക്കാം, ദെൻ സ്റ്റെപ്പുകളും വായിച്ചു നോക്കാം കേട്ടോ.
ഓരോ പോയിന്റ് മനസ്സിലാക്കി ഒന്ന് വായിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ ടൈം മാനേജ്മെന്റ്? ഓക്കെ, അപ്പോ നമ്മളുടെ മാനേജ്മെന്റിന്റെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ 4 എലമെന്റ്സ്: പേഴ്സണൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ, മെറ്റീരിയൽ ആൻഡ് ടൈം മാനേജ്മെന്റ്. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ആ 4 മാനേജ്മെന്റിന്റെ എലമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല നിങ്ങൾക്ക്. കാരണം ഈ ഒരു പോയിന്റുമ്പോ തന്നെ സബ് പോയിന്റ് വന്നിരിക്കുന്നത് കൊണ്ടേ ആകെ കൺഫ്യൂഷൻ ആകുന്ന ഒരു രീതിക്കാണ് അല്ലെ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പേഴ്സണലും ഫിനാൻഷ്യലും മെറ്റീരിയലും ടൈമും. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കാം. ക്ലാസ് എടുത്തതാണ്, ഓൾറെഡി കഴിഞ്ഞതാണ്. എങ്കിലും ഒന്ന് ആ 4 എണ്ണം കൂടി ഒരുമിച്ച് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എല്ലാ പോയിന്റ്സുകളും. ദെൻ ക്ലാസ് മിസ് ആയിട്ടുള്ളവര് തീർച്ചയായിട്ടും കാണുക ക്ലാസ്സുകൾ. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക. അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ പ്രത്യേകം പഠിക്കുക കേട്ടോ. പെട്ടെന്ന് വായിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നൊരു പ്രാവശ്യം വായിച്ചാൽ മതി.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ജസ്റ്റ് ഒന്ന് നോക്കിയോ? 4 എണ്ണം ഒരുമിച്ച് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കാൻ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കുക കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പൊ 4 എലമെന്റ്സ് കഴിഞ്ഞു. ഇനി വേറൊരു നെക്സ്റ്റ് സെക്ഷൻ ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി മാനേജ്മെന്റ് FM എന്ന് പറയും. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഫെസിലിറ്റി മാനേജ്മെന്റ് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഫെസിലിറ്റി മാനേജ്മെന്റ് ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ പഠിക്കാൻ പോകുകയാണുള്ള ഫെസിലിറ്റി മാനേജ്മെന്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ഉപഭോക്താക്കൾ, കസ്റ്റമേഴ്സ് അല്ലെ, പേഷ്യൻസ്, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക. ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്താ മീനിങ്? മലയാളത്തിൽ എന്താ പറയാ? ഫെസിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. സൗകര്യം. പറയുന്നത് പോലെ തന്നെയാണ് അതിന്റെ അർത്ഥം. സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക പേഷ്യൻസിനും, അതായത് ഹോസ്പിറ്റലിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യമുണ്ടോ, പേഴ്സണൽ അവരുടെ നീഡ് അനുസരിച്ചുകൊണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഓവറോൾ ആയിട്ട് നമ്മൾ ഫെസിലിറ്റി മാനേജ്മെന്റിന് പറയുന്നത്. നോക്കാം. ബെഡ്, കറണ്ട്, ഫാൻ എക്സെട്ര. ഓക്കെ, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫെസിലിറ്റി മാനേജ്മെന്റ് ഈസ് ദ ഡെയിലി ഓപ്പറേഷൻസ് നെസസറി ടു എൻഷുർ എ ഫിസിക്കൽ എൻവയോൺമെന്റ് സപ്പോർട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻസ് നീഡ്സ് ആൻഡ് കോർ ഫംഗ്ഷൻ. അണ്ടർലൈൻ ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ആവശ്യങ്ങളെയും, പ്രധാന പ്രവർത്തനങ്ങളെയും, എല്ലാത്തിനെയും, ഇപ്പോ ഫിസിക്കൽ ആയിട്ടുള്ളതും, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് കറണ്ട്, ഫാൻ, അങ്ങനെയുള്ള എല്ലാ ഫിസിക്കൽ കാര്യങ്ങളും, അതിനെല്ലാം പിന്തുണ നൽകുന്ന ഒരു എൻവയോൺമെന്റ്, ഒരു അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുക, അവിടുത്തെ ഡെയിലി പ്രവർത്തനങ്ങൾ, ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ പരമായിട്ടുള്ളതും മറ്റെല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി കൊടുക്കുക, ഉറപ്പാക്കുക എന്നതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് പറയുന്നത്. Healthcare facility management is essential for medical facilities and to ensure services requested are provided efficiently and quickly to maintain operations without intermission. Intermission എന്ന് വെച്ചാൽ എന്താ? ഇന്റർവെല്ലുകൾ എന്നൊക്കെ പറയില്ലേ? ഇടവേളകൾ ഇല്ലാതെ മെഡിക്കൽ സേവനങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അഭ്യർത്ഥനകൾ, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ അല്ലെ, റിക്വസ്റ്റുകൾ, ആവശ്യങ്ങള് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എന്താണ്? എഫിഷ്യൻസിലി ക്വിക്ലി മെയിൻറ്റെയിൻ ഓപ്പറേഷൻസ് വിത്തൗട്ട് ഇന്റർമിഷൻ. ഇടവേളകൾ ഇല്ലാതെ പ്രവർത്തനങ്ങൾ നിലനിർത്തുക എന്നതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. നിങ്ങൾ ഡിപ്ലോമയില് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പറഞ്ഞ ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ്. അതിൽ ഒരു സെന്റൻസ് നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും. ഹോസ്പിറ്റലില് there has no dead time എന്ന് പറഞ്ഞ ഒരു ലൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡെഡ് ടൈം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരാൾ പോലും ഓർമ്മയില്ല. ഇച്ചിരി ബോർ ചാപ്റ്റർ ഒക്കെ ഇരുന്നത് അല്ലെ, ബോറിംഗ് ആണെന്നൊക്കെ എല്ലാവർക്കും തോന്നി കാണും. പക്ഷെ അതിൽ ഒരു സെന്റൻസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. there is no dead time എന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഡെഡ് ടൈം. അതായത് ഹോസ്പിറ്റലിന് ഡെഡ് ടൈം ഉണ്ടാവുന്നില്ല, അതായത് ഫുള്ളി വർക്കിംഗ് ആണെന്ന് നമ്മൾ അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 6th ബാച്ചുകാരൊക്കെ ആണെങ്കിൽ 6th ഞാനാണോ മോണിറ്ററിംഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 5th 6th മോണിറ്ററിംഗ് എടുത്തിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവരോട് ഞാൻ പ്രത്യേകം ചോദിക്കട്ടെ, കാരണം അവർക്ക് കൂടുതൽ മോണിറ്ററിംഗിൽ ഞാൻ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്നു ഈ ഡെഡ് ടൈമിന്റെ കാര്യം. ഓർമ്മയുണ്ടോ? ഇപ്പൊ ആർക്കും ഓർമ്മയുണ്ടാവില്ല. മറ്റേ ക്ലാസ് എല്ലാവർക്കും അതിനകത്തൊരു പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ, 6th പ്രത്യേകം ചോദിച്ചത് പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ ഡെഡ് ടൈമിനെ കുറിച്ച്. ഓക്കെ, അതായത് ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള ടൈമാണ്. സോ ഇത് പറയുന്നത് ഇന്റർവെൽസ് ഒന്നും ഇല്ലാതെ എപ്പോഴും നല്ല പ്രവർത്തനങ്ങൾ, ഇടവേളകൾ ഇല്ലാതെ പ്രവർത്തനങ്ങൾ നിലനിർത്തുക എന്നത് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ആവശ്യമാണെന്ന്. അതായത് പേഷ്യൻസിന് വേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റികൾ കൊടുക്കുക, അവരുടെ റിക്വസ്റ്റ്, അതായത് അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യാനുസരണം അവർക്ക് എഫിഷ്യന്റ് ആയിട്ടും ക്വിക്ലി ആയിട്ടും പ്രവർത്തനങ്ങളെല്ലാം നടത്തി കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒരു
ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. Then effective hospital and healthcare facilities are crucial to fulfill needs of people. അപ്പോൾ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പീപ്പിളിന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം പേഷ്യന്റിന്റെ നീഡ്സ് അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണോ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജ്മെന്റിന് സാധിക്കുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ പേഷ്യൻസിന് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്കായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ആ ഒരൊറ്റ കാര്യമാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക, പെട്ടെന്ന് വായിക്കാം. ഫെസിലിറ്റി മാനേജ്മെന്റ് then ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. സെന്റൻസുകൾ കുറച്ച് കടുകട്ടിയായിട്ട് തന്നിരിക്കുന്നതുള്ളൂ, പക്ഷെ അതിൽ പറയുന്ന കാര്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണോ എല്ലാവരും? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? മാക്സിമം ഞാൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ടാണ് കേട്ടോ അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ഭയങ്കര എന്താ പറയാ ഒരുപാട് അങ്ങനെ സാഹിത്യപരമായിട്ടൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അണ്ടർലൈൻ ചെയ്യേണ്ടതേ ഫസ്റ്റ് അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഈ ഒരു ഡെഫിനിഷൻ പോലെ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, then വീണ്ടും എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി മാനേജ്മെന്റ്. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, then next one, how is facility management done in hospital? ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഓക്കെ, this is done through machine maintenance and asset tracking features. This is done through machine maintenance. എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് എന്തൊക്കെയാണ്? മെഷീൻ മെയിൻ്റനൻസ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ലഭ്യമാക്കുക. അപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസുകളൊക്കെ ഉണ്ടെങ്കിൽ മെഷീൻ മെയിൻ്റനൻസ് വഴിയും, അതുപോലെ അസറ്റ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഹോസ്പിറ്റലിലെ അസറ്റ് എന്ന് പറയുന്നത്? അതായത് പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റികളെ തന്നെയാണ് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ മാനേജ്മെന്റ് ഫെസിലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അതായത് മെഷീൻസ് ഒക്കെ പുതിയ പുതിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ അസറ്റുകൾ ട്രാക്കിംഗ്, അതായത് നമുക്ക് അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. All major equipment, facilities and assets in the hospital infrastructure are monitored through this FM software. FM സോഫ്റ്റ്വെയറിലൂടെ, FM സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. സിസ്റ്റത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് FM സോഫ്റ്റ്വെയർ. അതായത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് മോണിറ്റർ ചെയ്തത് എന്തൊക്കെയാണ്? എക്യുപ്മെന്റ്സുകള്, ഫെസിലിറ്റികള്, സൗകര്യങ്ങള്, ഹോസ്പിറ്റലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യങ്ങള്, ഹോസ്പിറ്റലിലെ അസറ്റ്സുകള്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം FM സോഫ്റ്റ്വെയറിലൂടെ മോണിറ്റർ ചെയ്യുന്നു. FM-ന്റെ ഫുൾ ഫോം അറിയാലോ? ഫെസിലിറ്റി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോ ഹോസ്പിറ്റലിൽ ഒരുക്കുന്ന സൗകര്യ സേവനങ്ങളുടെയൊക്കെ ലിസ്റ്റുകളും അതിനെല്ലാം നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിലൂടെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, then the healthcare facility provider keep track of all resources, its availability and stays prepared for any emergency. അപ്പോ അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളുടെയും ലഭ്യത എങ്ങനെയൊക്കെയുണ്ട്, എല്ലാ സോഴ്സസുകളും നമുക്കവിടെ അവൈലബിൾ ആണോ, അതിന്റെ എല്ലാം ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ട്രാക്ക് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ എമർജൻസി ടൈമിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രിപ്പയർ ചെയ്യാം. ഇൻവെന്ററിയൊക്കെ നമ്മൾ സൂക്ഷിക്കുമല്ലോ, സ്റ്റോക്ക് കാര്യങ്ങൾ,
അതുപോലെ നമ്മൾ റിസോഴ്സുകളുടെ ഒരു സ്റ്റോക്ക് അവിടെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഫെസിലിറ്റി മാനേജ്മെന്റ് എമർജൻസി ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ പാരഗ്രാഫ്. ഈ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓൾ ദ മേജർ എക്യുപ്മെന്റ് അവിടെ തുടങ്ങി FM സോഫ്റ്റ്വെയർ വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓൾ ദ മേജർ എക്യുപ്മെന്റ് തുടങ്ങി FM സോഫ്റ്റ്വെയർ. അപ്പോ ഏത് സോഫ്റ്റ്വെയറിലൂടെയാണ് നമുക്ക് ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകളും ഫെസിലിറ്റികളും ഇൻഫ്രാസ്ട്രക്ചറും മോണിറ്റർ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് സോഫ്റ്റ്വെയർ വഴിയാണ്? FM സോഫ്റ്റ്വെയർ. Complete ചെയ്തോ? How is facility management done in the hospital? Next one, functions of facility management. ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് 5 പോയിന്റ്സ് ആണ്. ജസ്റ്റ് ഒരു പിക്ചറൈസേഷൻ തന്നിരിക്കുകയാണ്. പോയിന്റുകൾ പഠിക്കുക. ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ ഒന്ന് പഠിക്കുക കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, പോയിന്റ്സുകൾ മാത്രം നോക്കാം. ഫസ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്. ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, then അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുമല്ലോ. Then integrating ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന ഈ സോഫ്റ്റ്വെയർ ഒക്കെ ആയിട്ടുള്ളത് ഇന്റഗ്രേറ്റ് ചെയ്യുക. മാനേജിങ് പ്രൊജക്ട്സുകളെല്ലാം മാനേജ് ചെയ്യുക. സ്ട്രീം ലൈനിങ് പ്രോസസ്, കാര്യക്ഷമമാക്കാന്ന്. അതായത് സ്ട്രീം ലൈൻ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ പ്രവർത്തനങ്ങളും കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കാന്നുള്ളത്, കാര്യക്ഷമമാക്കുക. സപ്പോർട്ടിങ് പീപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 5 ഫങ്ഷൻസ് ആണ്. പെട്ടെന്ന് തന്നെ വായിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഫങ്ഷൻസ്. സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഫങ്ഷൻസ്. കംപ്ലീറ്റ് ചെയ്തോ ഫങ്ഷൻസ്? Then next one നോക്കാം, facility management safety. Efficient safety management is a crucial part of facility management as it helps to protect everyone that uses a facility from hazards. അതായത് എഫിഷ്യൻസി സേഫ്റ്റി മാനേജ്മെന്റ് എന്നത് ഒരു സുരക്ഷാ പാർട്ട് ഓഫ് എ ഫെസിലിറ്റി മാനേജ്മെന്റ്. അതായത് സേഫ്റ്റി മാനേജ്മെന്റിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു
ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിർണായക ഒരു ഘടകമാണ് സേഫ്റ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. As it helps to protect everyone that uses facility from hazards. അതായത് എല്ലാവരെയും ഹസാർഡ്സ് അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സേഫ്റ്റി മാനേജ്മെന്റ്. അപ്പോൾ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പീപ്പിൾസിന് അല്ലെങ്കിൽ പേഷ്യൻസിനുള്ള സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്, സൗകര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ അവർക്കുള്ള സുരക്ഷയും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപകടങ്ങളിൽ നിന്നും മാക്സിമം നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ആ ഒരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ഇൻ ഫെസിലിറ്റി മാനേജ്മെന്റ്. ഫെസിലിറ്റി മാനേജ്മെന്റില് ആരോഗ്യവും സുരക്ഷയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പേഷ്യൻസിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നോക്കാം. Conducting effective health and safety risk assessments are necessary for adequately identifying hazards or areas of risk. അല്ലേ, അതായത് അപകട സാധ്യതകളെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ എവിടെ നിന്നൊക്കെയാണ് അപകടങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് ആ മേഖലകളെ കുറിച്ചൊക്കെ തിരിച്ചറിയുന്നതിനോ അല്ലെങ്കിൽ നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാനോ, then removing or reducing hazards or risk, അതിന് നമുക്ക് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അപകടങ്ങൾ വരുമല്ലോ, അപ്പൊ അപകടങ്ങളെ വരാതിരിക്കാൻ അതിനെ നമുക്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അപകടങ്ങളെ കുറയ്ക്കാനോ നമുക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉപയോഗിക്കാം അല്ലെ. സുരക്ഷ സേഫ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. Putting in a place appropriate safety measures and procedures and informing and training staff in those measures. അപ്പോ അതിനുവേണ്ടി അപകടങ്ങള് സാധ്യതകൾ തിരിച്ചറിയാം, then നമുക്ക് അതിനെ കുറയ്ക്കാനായിട്ട് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ putting in place appropriate safety measures, ആവശ്യമുള്ള ഇടങ്ങളില് സേഫ്റ്റി മെഷേഴ്സ് വെക്കാന്ന്. എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിൽ നിങ്ങൾ സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നത്? എക്സാമ്പിൾ പറയാൻ പറ്റില്ല. സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഒന്നുമില്ല. അതായത് ബഫർ സോൺ ഒക്കെ വെക്കില്ലേ നമ്മള്. ഇപ്പോ റേഡിയേഷൻ ആ ഒരു റൂമിന്റെ അവിടെ ബഫർ സോൺ, അകത്തേക്ക് പ്രവേശനം ഇല്ല അല്ലെ, അങ്ങനെയുള്ളൊരു നോ അഡ്മിഷൻ, അങ്ങനെയുള്ള കുറച്ച് ബഫർ സോണുകളൊക്കെ വെക്കും. ഇതൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ബഫർ സോണുകളും കാര്യങ്ങളും വെക്കുന്നത്. സോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താണ്, അതുപോലെ തന്നെ നമ്മളെ ജീവനക്കാരെ ഇങ്ങനെയുള്ള റിസ്കുകളൊക്കെ വരികയാണെങ്കിൽ ജീവനക്കാരെ അറിയിക്കാനും അവർക്ക് ട്രെയിനിങ്സ് ഒക്കെ നടത്താനും ഒരു വിലയിരുത്തലൊക്കെ ആവശ്യമാണെന്ന്. അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി വായിക്കാം. അടുത്തൊരു പാരഗ്രാഫ്. രണ്ടിലും പറയുന്നത് മെയിൻ ആയിട്ട് സുരക്ഷ ഉറപ്പ് നൽകുക എന്നാണ്. സൗകര്യങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അപകടങ്ങൾ ഒഴിവാക്കി പരമാവധി അപകടങ്ങൾ കുറച്ച് അവർക്ക് അതിനായിട്ടുള്ള സുരക്ഷ സേഫ്റ്റി കൊടുക്കും. ഓക്കെ, okay. Next one നോക്കാം. Personnel responsible for facility and safety. ഫെസിലിറ്റിയും സേഫ്റ്റിയും ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഫെസിലിറ്റി ആൻഡ് സേഫ്റ്റി ഉറപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ പേഴ്സണൽസ് ആരൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്യാം. എക്സാമ്പിൾ ചോദിക്കാം. Personnel responsible for facility and safety ആരൊക്കെയാണ്? ഡയറക്ടർ, റിസ്ക് മാനേജർ, HR എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. എല്ലാവരെയും അണ്ടർലൈൻ ചെയ്യുന്നേ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ ഹൈജീൻ.
വ്യവസായിക ശുചിത്വം അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി ആണെന്ന് അറിയാലോ. ഏറ്റവും കൂടുതൽ ഹൈജീൻ ആകേണ്ട സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ് എന്താ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഹൈജീനെ കുറിച്ചാണ് പറയുന്നത്. അത് വലിയൊരു പാരഗ്രാഫാണ്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒരുമിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാറില്ല. മാക്സിമം ഷോർട്ട് ആക്കി ഒന്ന് പറയാം. ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് അതിനൊന്ന് എന്താണ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറയാം മീനിങ് നോക്കാം. ഇൻഡസ്ട്രിയൽ ഹൈജീൻ is the science of anticipating, recognizing, evaluating, and controlling workplace conditions that may cause workers injury or illness. ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സയൻസ് ആണെന്ന്, അതായത് ഒരു ശാസ്ത്രമാണെന്ന്. ഓക്കെ, എന്തിന്റെ ശാസ്ത്രമാണ്? ആന്റിസിപ്പേറ്റിംഗ്, റെക്കഗ്നൈസിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് വർക്ക് പ്ലേസ് കണ്ടീഷൻ. അതായത് ഇപ്പോ ഹോസ്പിറ്റലിൽ ഇവിടെ ഉള്ള തൊഴിലാളികൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലാണല്ലോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവർക്ക് എന്താണ് എന്തെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പരിക്ക് സംഭവിക്കുകയോ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഇൽനസ് അസുഖങ്ങളൊക്കെ വരുന്നതിനോ കാരണമായേക്കാവുന്ന ജോലി സ്ഥലത്തെ സാഹചര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ, ആന്റിസിപ്പേറ്റിംഗ് അല്ലെ, മുൻകൂട്ടി അറിയുന്നതിനോ അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് തിരിച്ചറിയുന്നതിനോ ഇവാലുവേറ്റ് ചെയ്യാം, വിലയിരുത്തുന്നതിനോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനോ ഉള്ള ഒരു ശാസ്ത്രമാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഹൈജീൻ എന്താണ്? ഹൈജീൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ? ഹൈജീൻ വൃത്തിയുള്ളതായിരിക്കണം എന്ന് പറയും അല്ലേ. അതായത് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഇഞ്ചുറീസ് ഒന്നും വരാതെ ശുചിത്വം എന്ന് പറയാം അല്ലെ. അപ്പോ ഒരു ഇൽനെസ് വരാതെയും ഇഞ്ചുറി സംഭവിക്കാതിരിക്കാനൊക്കെ വേണ്ടി നമ്മുടെ ആ ഒരു ജോലി സ്ഥലത്തുള്ള നമ്മൾക്ക് വർക്ക് പ്ലേസിലുള്ള സാഹചര്യങ്ങള് മുൻകൂട്ടി അറിയാം, തിരിച്ചറിയുക, അതിനെ വിലയിരുത്തുക, അതിനെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെയുള്ള ആ ഒരു ശാസ്ത്രത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കുറച്ചൊരു സാഹിത്യപരമായിട്ട് വിവരിച്ചേക്കണമെന്ന് മാത്രമുള്ളൂ കേട്ടോ. കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ കൊടുക്കാന്ന് പറയില്ലേ, അതുപോലെ സാഹിത്യപരമായിട്ടൊന്നും അവർ എഴുതിയിരിക്കുകയാണ്. Industrial hygiene use environmental monitoring and analytical methods to detect the extent of workers' exposure and employ engineering, work practices, controls, and other methods to control the potential health hazards. അതായത് വ്യവസായ മീൻസ് ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് ആരാണ്? ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യവസായ ശുചിത്വ വിദഗ്ധർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതിന് മേൽനോട്ടം വഹിക്കുന്ന വ്യക്തികൾ. ഓക്കെ, അപ്പോ ഈ വ്യവസായ ശുചിത്വ വിദഗ്ധര് പരിസ്ഥിതിയൊക്കെ നിരീക്ഷിച്ചിട്ട്, അതായത് ആ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയുടെ അഭാഗം അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതി നിരീക്ഷണവും മറ്റ് വിശകലന രീതികൾ, അനലിറ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഡിറ്റക്ട് എക്സ്റ്റെന്റ് ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സ് എക്സ്പോഷർ, തൊഴിലാളികളുടെ ആ ഒരു സമ്പർക്കമൊക്കെ കണ്ടെത്തുന്നു. സമ്പർക്കം എന്ന് വെച്ചാൽ എന്താണ്? പരസ്പരം ഒരു സമ്പർക്കം ഉണ്ടാവില്ലേ? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ ഉണ്ടാവില്ലേ? നിങ്ങളൊരു ക്ലാസ് മുറിയിലിരിക്കുകയാണെങ്കിൽ ആ സ്റ്റുഡൻസ് തമ്മിൽ പരസ്പരം ഒരു കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ നമ്മൾ ഇങ്ങനെയുള്ള പരിസ്ഥിതിയെ നിരീക്ഷിച്ചുകൊണ്ടും മറ്റ് അനലിറ്റിക്കൽ മെത്തേഡ്സുകൾ വഴിയും എന്താണ് ഉപയോഗിച്ചിട്ട് തൊഴിലാളികളുടെ ആ ഒരു സമ്പർക്കം എത്രത്തോളം ഉണ്ടെന്നൊക്കെ കണ്ടെത്തുകയും ദെൻ അപകടങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ മാക്സിമം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അതായത് കൂടുതൽ സമ്പർക്കമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇഞ്ചറീസ് വരോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവുകയോ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ മാക്സിമം കൺട്രോൾ ചെയ്യുന്നു. ദെൻ recognize and control hazards. Industrial hygiene recognize that engineering, work practice, and administrative controls are primary means of reducing employee exposure to occupational hazards. അതായത് ഒക്യുപേഷണൽ അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്പർക്കമൊക്കെ മാക്സിമം പരമാവധിയൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒഴിവാക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള ഏറ്റവും ജീവനക്കാരെ സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഇപ്പൊ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇപ്പൊ കോവിഡിന്റെയൊക്കെ ആ ഒരു ടൈം വന്നപ്പോൾ അല്ലെ സമ്പർക്കം മാക്സിമം ഇപ്പൊ സ്റ്റാഫുകൾ തമ്മിൽ പോലും ഒരു സമ്പർക്കം ഇല്ലാണ്ടായി ഇല്ലേ? എന്തുകൊണ്ടാണ്? അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സമ്പർക്കത്തിന് നമ്മളവിടെ കുറച്ചത്, ഐസൊലേഷൻ ഒക്കെ കൊടുത്തത്. Engineering controls lower employee exposure by either removing hazards at the source of isolating work from other hazards. കണ്ടോ, നമ്മൾ സമ്പർക്കം ചെയ്ത് കുറച്ച്
ഐസൊലേഷൻ ഒക്കെ കൊടുത്തത് കുറച്ചും കൂടി സേഫ്റ്റി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സമ്പർക്കവും ഐസൊലേറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ റിസ്ക് വരാതിരിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങളായിട്ടുണ്ടെങ്കിൽ അതൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയുമാണ് ഇൻഡസ്ട്രിയൽ ഹൈജീനിൽ പറയുന്നത്. ഇത് ഒരുപാട് കുറച്ച് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഹൈജീൻ വേണം, ഇതുകൊണ്ട് ഇൻജുറീസിനെയൊക്കെ കുറയ്ക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈജീൻ പാലിക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം, ഒരു പ്രാവശ്യം വായിക്കാം, അത്രേ ഉള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Then complete ചെയ്തു എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മള് ഇൻഡസ്ട്രിയൽ ഹൈജീൻ വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എടുത്തത്രയും ഇന്ന് തന്നെ മാക്സിമം ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഡെയിലി നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സുകൾ വായിക്കാറുണ്ടോ? ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് വായിക്കാം. ഇടയ്ക്ക് വായിക്കാറുണ്ട്. ഓക്കെ, ഋഷി ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അനിത ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും ക്ലിയർ ആണോ? എടുക്കുന്നതൊക്കെ ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ ക്ലാസ്? മാക്സിമം ഞാൻ ഷോർട്ട് ആക്കിയാണ് പറയുന്നത്, കാരണം PG ആണ്, കുറച്ച് കൂടുതൽ അധികം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതനുസരിച്ചിട്ട് പഠിച്ചു പോകുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ദെൻ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ അതാത് ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ വളരെ കുറച്ച് ഭാഗം എടുത്തെടുത്ത് പോകുന്നുള്ളൂ, കാരണം ഓരോ ഭാഗം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് അത് വായിപ്പിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു ഓൾ.